ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു കോഓപ്പറേറ്റീവ് ലോ ക്ലാസ്. ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് സ്റ്റേറ്റ് എയ്ഡ് ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിക്വിഡേഷനെ കുറിച്ച് പഠിച്ചിരുന്നു. ലിക്വിഡേഷൻ്റെ പവേഴ്സും ഹൂ ഈസ് ലിക്വിഡേറ്റർ, ലിക്വിഡേഷൻ പ്രൊസീജിയർ, ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ഓപ്പറേറ്റീവ് സൊസൈറ്റി ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അതോടെ ആ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. അതൊരു ചെറിയ മൊഡ്യൂളാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നന്നായിട്ട് പഠിക്കുകയും വേണം നിങ്ങൾ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റേറ്റ് എയ്ഡ് ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇതിൽ പറയുന്നത് എങ്ങനെയാണ് ഗവൺമെൻറ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിന് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് അവരുടെ ക്രെഡിറ്റ് റിക്വയർമെൻറ്റ്, മെമ്പേഴ്സിൻ്റെ ക്രെഡിറ്റ് റിക്വയർമെൻറ്റ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എങ്ങനെയൊക്കെയാണെന്നാണ് നമ്മളിനി പഠിക്കുന്നത്. ഫസ്റ്റ് വൺ, ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഗവൺമെൻറ്. ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഗവൺമെൻറ് സെക്ഷൻ 42 പറയുന്നത്. ഓക്കെ, ഇത് പറയുന്നത് സൊസൈറ്റിയുടെ ഷെയർ ക്യാപിറ്റൽ ഗവൺമെൻറ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സൊസൈറ്റിയുടെ ഷെയർ ക്യാപിറ്റൽ ആരാണ് പർച്ചേസ് ചെയ്യുന്നത്? ഗവൺമെൻറ് പർച്ചേസ് ചെയ്യുന്നു വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ലിമിറ്റഡ് ലയബിലിറ്റിയോടുകൂടെ സൊസൈറ്റികളുടെ ഷെയർസ് ഗവൺമെൻറ് പർച്ചേസ് ചെയ്യുന്നു. ഇപ്പം നോർമലി ഷെയർസ് പർച്ചേസ് ചെയ്യുമ്പോൾ മെമ്പേഴ്സിന് കൊടുക്കുന്ന ഒരു റിട്ടേൺ ആണ് ഡിവിഡൻഡ് അല്ലേ. അതുപോലെ തന്നെ ഗവൺമെൻറ്റിനും ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഏതൊരു മെമ്പേഴ്സിനും കൊടുക്കുന്നത് പോലെ തന്നെ ഗവൺമെൻറ്റിനും റിട്ടേൺ കൊടുക്കണം. ഓക്കെ, റിട്ടേൺ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഡിവിഡൻഡ് ആയിട്ട്. മെമ്പേഴ്സിന് എങ്ങനെയാണോ ഡിവിഡൻഡ് കൊടുക്കുന്നത് അതുപോലെ തന്നെ സെയിം പെർസെൻറ്റേജിലാണ് ഗവൺമെൻറ്റിനും കൊടുക്കുന്നത്. അല്ലാതെ വേറൊരു പരിഗണനയും ഗവൺമെൻറ്റിന് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഗവൺമെൻറ് സെക്ഷൻ 42 അതിനെക്കുറിച്ച് പറയുന്നത്. സൊസൈറ്റിയുടെ ഷെയർ ക്യാപിറ്റലൊക്കെ ഗവൺമെൻറ് ഡയറക്റ്റ്ലി പർച്ചേസ് ചെയ്യുന്നത് അല്ലേ. എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത്? വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ലിമിറ്റഡ് ലയബിലിറ്റിയുടെ ബേസിസിലാണ് ഗവൺമെൻറ് ഷെയർസൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. അവർ പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് കൊടുക്കണം? നോർമലി മെമ്പേഴ്സിന് കൊടുക്കുന്നത് പോലെ തന്നെ ഡിവിഡൻഡ് കൊടുക്കണം. ഓക്കെ, ഇവിടെ ഗവൺമെൻറ് ഡയറക്റ്റ്ലി ആണ് ഷെയർസ് പർച്ചേസ് ചെയ്യുന്നത്. ഒരു സൊസൈറ്റിയുടെ ഷെയർസ് ഡയറക്റ്റ്ലി ഗവൺമെൻറ് പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ, ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് ഓഫ് ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് സെക്ഷൻ 43 പറയുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നത് ഗവൺമെൻറ് സൊസൈറ്റികൾക്ക് ഫണ്ട് അലോട്ട് ചെയ്യുന്നു. ഗവൺമെൻറ് സൊസൈറ്റികൾക്ക് ഫണ്ട് അലോട്ട് ചെയ്യുന്നു. അതായത് ഇപ്പോൾ അപ്പർ സൊസൈറ്റികൾക്കോ അല്ലെങ്കിൽ സെൻട്രൽ സൊസൈറ്റികളായിക്കോട്ടെ ഗവൺമെൻറ് സൊസൈറ്റികൾക്ക് ഫണ്ട് അലോട്ട് ചെയ്യുന്നു. ഓക്കെ, ആ ഫണ്ട് അതായത് അപ്പർ സൊസൈറ്റിക്കും സെൻട്രൽ സൊസൈറ്റികളും അവരുടെ കീഴിലുള്ള സൊസൈറ്റികളുടെ ഷെയർസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇവിടെ പറഞ്ഞത് ഗവൺമെൻറ് സൊസൈറ്റികൾക്ക് ഫണ്ട് അലോട്ട് ചെയ്യുന്നു. ഇപ്പോൾ അപ്പർ സൊസൈറ്റികളായിക്കോട്ടെ അല്ലെങ്കിൽ സെൻട്രൽ സൊസൈറ്റികളായിക്കോട്ടെ ആർക്കാണെങ്കിലും ഗവൺമെൻറ് ആണ് ഫണ്ട് അലോട്ട് ചെയ്യുന്നത്. ആ ഫണ്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അപ്പർ സൊസൈറ്റികളും സെൻട്രൽ സൊസൈറ്റികളും അവരുടെ കീഴിൽ വരുന്ന സൊസൈറ്റികളുടെ എന്ത് പർച്ചേസ് ചെയ്യുന്നു? ഷെയർസ് പർച്ചേസ് ചെയ്യുന്നു. അല്ലെങ്കിൽ അവരുടെ കീഴിൽ അല്ലെങ്കിൽ വേറൊരു സൊസൈറ്റിയുടെ ഷെയർസ് അവർ പർച്ചേസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് ഈ സൊസൈറ്റികൾ എന്ത് ചെയ്യുന്നത്? ഷെയർസ് പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇൻഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഓക്കെ, ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഗവൺമെൻറ്റിൽ എന്നതാ പറഞ്ഞത്? അവിടെ ഗവൺമെൻറ് ഡയറക്റ്റ്ലി സൊസൈറ്റിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യുന്നു അല്ലേ. ഇവിടെ ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ്റിൽ എന്താണ് പറയുന്നത്? ഇവിടെ ഗവൺമെൻറ് സൊസൈറ്റികൾക്ക് ഫണ്ട് കൊടുത്തതിന് ശേഷം സൊസൈറ്റികളാണ് അവരുടെ കീഴിലുള്ള സൊസൈറ്റികളുടെ ഷെയർസ് പർച്ചേസ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ വ്യത്യാസം. നെക്സ്റ്റ് പോയിന്റ്, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് സെക്ഷൻ 44 പ്രകാരമാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിനെ കുറിച്ച് പറയുന്നത്. ഇവിടെ പറയുന്നത് ഇപ്പോൾ അപ്പർ സൊസൈറ്റികൾക്ക് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ടാണ് എന്ത്? പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. അതായത് അപ്പെക്സ് സൊസൈറ്റികൾക്ക് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ടാണ് എന്ത്? പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ഫണ്ട് ഉപയോഗിച്ച് അപ്പെക്സ് സൊസൈറ്റി എന്ത് ചെയ്യുന്നു? വേറൊരു സൊസൈറ്റിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അതുകൂടാതെ ഇപ്പോൾ ഗവൺമെൻറ്റായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യാനുണ്ടെങ്കിൽ അതും ഇതിൽ നിന്നാണ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ സൊസൈറ്റികൾക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാം. അപ്പർ സൊസൈറ്റി എന്ത് ചെയ്യുന്നു?
അവരുടെ കീഴിലുള്ള സൊസൈറ്റി, അപ്പർ സൊസൈറ്റിയുടെ കീഴിലുള്ള സൊസൈറ്റി ഏതാണ്? സെൻട്രൽ സൊസൈറ്റി അല്ലേ? ആ സെൻട്രൽ സൊസൈറ്റിക്ക് എന്തെങ്കിലും ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഏതിൽ നിന്നാണ്? ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിൽ നിന്നാണ് സെൻട്രൽ സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് അപ്പർ സൊസൈറ്റി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അപ്പർ സൊസൈറ്റികൾക്ക് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ടാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് അല്ലേ? ഈ ഫണ്ട് ഉപയോഗിച്ച് ഇവർ വേറൊരു സൊസൈറ്റിയുടെ വേറൊരു സൊസൈറ്റിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യുന്നതാണ് അല്ലേ? അതുകൂടാതെ ഗവൺമെൻറ്റായിട്ട് എന്തെങ്കിലും പേയ്മെൻറ്റ് കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതിൽ നിന്നാണ് അവർ എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. പിന്നെ അതുകൂടാതെ അപ്പർ സൊസൈറ്റിയുടെ കീഴിലുള്ള സൊസൈറ്റി, അതായത് സെൻട്രൽ സൊസൈറ്റിക്ക് ഇതിൽ നിന്നാണ് അവരെന്ത് ചെയ്യുന്നത്? ആവശ്യമായിട്ടുള്ള ഫണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന നെക്സ്റ്റ് പോയിന്റ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് സെക്ഷൻ 45. സെക്ഷൻ 45ലാണ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിനെ കുറിച്ച് പറയുന്നത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിൽ നിന്ന് അപ്പർ സൊസൈറ്റി സെൻട്രൽ സൊസൈറ്റിക്ക് ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നെന്ന് നമ്മൾ പറഞ്ഞല്ലേ? അവർ ആ ഫണ്ട്, അതായത് സെൻട്രൽ സൊസൈറ്റി ആ ഫണ്ട് ഉപയോഗിച്ച് രണ്ട് കാര്യങ്ങളാണ് മെയിൻലി ചെയ്യുന്നത്. ഒന്ന്, പ്രൈമറി സൊസൈറ്റികളുടെ ഷെയർസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? സെൻട്രൽ സൊസൈറ്റി ഈ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. രണ്ട്, അപ്പർ സൊസൈറ്റികളിലേക്ക് എന്തെങ്കിലും ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ട് സെൻട്രൽ സൊസൈറ്റി ഈ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് സെക്ഷൻ 45 പ്രകാരമാണ് പറയുന്നത്. അതായത് അപ്പർ സൊസൈറ്റികൾ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിൽ നിന്ന് അപ്പർ സൊസൈറ്റി സെൻട്രൽ സൊസൈറ്റിക്ക് ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ? അതായത് ഈ സെൻട്രൽ സൊസൈറ്റി ആ ഫണ്ട് എന്തിനു വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നു? പ്രൈമറി സൊസൈറ്റികളുടെ ഷെയർസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അപ്പർ സൊസൈറ്റിക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടും, അതുകൂടാതെ അപ്പർ സൊസൈറ്റിക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് കൊടുക്കാനുണ്ടെങ്കിലും ഈ ഫണ്ട് അവരെന്ത് ചെയ്യുന്നു? യൂട്ടിലൈസ് ചെയ്യുന്നു. ഇതാണ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. നമ്മൾ ഇന്ന് പറഞ്ഞത് ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഗവൺമെൻറ് പറഞ്ഞു, ഇൻഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഗവൺമെൻറ് എന്ന് പറഞ്ഞു. ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഗവൺമെൻറ്റിൽ എന്താണ് പറഞ്ഞേക്കുന്നത്? സൊസൈറ്റിയുടെ ഷെയർ ക്യാപിറ്റൽ ഗവൺമെൻറ് ഡയറക്റ്റ്ലി പർച്ചേസ് ചെയ്യുന്നു. ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സൊസൈറ്റികൾക്ക് ഫണ്ട് അലോട്ട് ചെയ്യുന്നു. ആ ഫണ്ട് ഉപയോഗിച്ച് ആ സൊസൈറ്റികൾ വേറൊരു സൊസൈറ്റി ഷെയർസ് പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ള സൊസൈറ്റികളുടെ ഷെയർസ് പർച്ചേസ് ചെയ്യുകയോ ചെയ്യുന്നു. ഓക്കെ, പിന്നെ പറഞ്ഞ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അപ്പർ സൊസൈറ്റികൾക്ക് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ടാണ് ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. ഈ ഫണ്ട് ഉപയോഗിച്ച് അവർ വേറൊരു സൊസൈറ്റിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യുകയോ അതുകൂടാതെ ഇപ്പോൾ ഗവൺമെൻറ് ആയി ബന്ധപ്പെട്ട എന്തെങ്കിലും പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നു. പിന്നെയോ അപ്പർ സൊസൈറ്റി ഫണ്ട് സെൻട്രൽ സൊസൈറ്റിക്ക് ഇപ്പോൾ എന്തെങ്കിലും ഫണ്ടിന് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് അവരെന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് അവർ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. സെൻട്രൽ സൊസൈറ്റി ഈ ഫണ്ടിന് എന്ത് ചെയ്യുന്നു? പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ ഷെയർസ് പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ അപ്പർ സൊസൈറ്റിക്ക് ഇപ്പോൾ എന്തെങ്കിലും പേയ്മെൻറ്റ് കൊടുക്കാറുണ്ടെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുന്നത്. അതിനെയാണ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞത് അപ്രൂവൽ ഓഫ് ഗവൺമെൻറ് ഫോർ ദി പർച്ചേസ് ഓഫ് ഷെയർസ്. നെക്സ്റ്റ് പോയിന്റ്, അപ്രൂവൽ ഓഫ് ഗവൺമെൻറ് ഫോർ ദി പർച്ചേസ് ഓഫ് ഷെയർസ് സെക്ഷൻ 46ലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇതിൽ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു സൊസൈറ്റികൾ, അതിപ്പോൾ അപ്പർ സൊസൈറ്റി ആയാലും സെൻട്രൽ സൊസൈറ്റി ആയാലും സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ച് വേറൊരു സൊസൈറ്റിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ അവർ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് മുൻകൂട്ടി പെർമിഷൻ മേടിച്ചുകൊണ്ടായിരിക്കണം അത് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു സൊസൈറ്റി ആയിക്കോട്ടെ, അവർക്കിപ്പോൾ ഏതെങ്കിലും ഒരു സൊസൈറ്റിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ അവർ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് മുൻകൂട്ടി പെർമിഷൻ മേടിച്ചുകൊണ്ടായിരിക്കണം ഇത് ചെയ്യേണ്ടത്. അതാണ് ഈ അപ്രൂവൽ ഓഫ് ഗവൺമെൻറ് ഫോർ ദി പർച്ചേസ് ഓഫ് ഷെയർസിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, ലൈബിലിറ്റി ടു ബി ലിമിറ്റഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഷെയർസ് സെക്ഷൻ 47ലാണ് ഇത് പറയുന്നത്. ലൈബിലിറ്റി ടു ബി ലിമിറ്റഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഷെയർസ്. ഇവിടെ പറയുന്നത് എത്രത്തോളം എമൗണ്ടിനാണോ ഷെയർസ് ഒരു സൊസൈറ്റി പർച്ചേസ് ചെയ്യുന്നത് അത്രത്തോളം ലൈബിലിറ്റി മാത്രമേ ആ ഷെയർസ് പർച്ചേസ് ചെയ്യുന്ന സൊസൈറ്റിക്ക് ഉണ്ടാകൂ. ഓക്കെ, ഇപ്പോൾ ഒരു സൊസൈറ്റിയുടെ ഷെയർ ഒരു സൊസൈറ്റി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ അപ്പർ സൊസൈറ്റി സെൻട്രൽ സൊസൈറ്റിയുടെ ഷെയർസോ അല്ലെങ്കിൽ ഇവർ വേറൊരു സൊസൈറ്റിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവരെത്ര എമൗണ്ട് ആണോ ഷെയർസ് പർച്ചേസ് ചെയ്യുന്നത് അത്രയും എമൗണ്ടിനുള്ള ലൈബിലിറ്റിക്ക് ഇവർ എന്താവുള്ളൂ? ബാധ്യതയുള്ളൂ. ഇവർക്ക് അത്ര ആ ഷെയർസിനനുസരിച്ചുള്ള ലൈബിലിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ.
ഓക്കെ, ഏത് സൊസൈറ്റിയുടെ ഷെയർസാണോ പർച്ചേസ് ചെയ്യുന്നത്, എത്ര ഷെയർസാണോ പർച്ചേസ് ചെയ്യുന്നത് അത്രത്തോളം ലയബിലിറ്റി മാത്രമേ ആ സൊസൈറ്റിക്ക് ഉണ്ടാവൂ. അടുത്ത് പറയുന്നത് റെസ്ട്രിക്ഷൻ ഓൺ അക്കൗണ്ട് ഓഫ് ഡിവിഡൻഡ്. സെക്ഷൻ 48 റെസ്ട്രിക്ഷൻ ഓൺ അക്കൗണ്ട് ഓഫ് ഡിവിഡൻറ്റിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഷെയർസ് പർച്ചേസ് ചെയ്യുന്ന ഏതൊരു മെമ്പർക്കും കിട്ടുന്ന റിട്ടേണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിവിഡൻഡ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ അപ്പർ സൊസൈറ്റിയും സെൻട്രൽ സൊസൈറ്റിയും ഷെയർസ് പർച്ചേസ് ചെയ്യുന്നുണ്ട് അല്ലേ. നോർമൽ മെമ്പർക്കും കൊടുക്കുന്ന അതേ രീതിയിലുള്ള റിട്ടേൺ ആയിരിക്കണം ഈ സൊസൈറ്റികൾക്കും കൊടുക്കേണ്ടത്. ഓക്കെ, അവർക്ക് ഏതൊരു മെമ്പറിന് കൊടുക്കുന്ന ഡിവിഡൻറ്റിൻ്റെ അതേ റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് തന്നെയായിരിക്കും ഈ സൊസൈറ്റികൾക്കും കൊടുക്കേണ്ടത്. അല്ലാതെ വേറെ എക്സ്ട്രാ ഒരു പരിഗണനയും കൊടുക്കുന്നില്ല. മനസ്സിലായോ? ഇപ്പോൾ ഷെയർസ് പർച്ചേസ് ചെയ്യുന്ന നോർമലി ഒരു മെമ്പർക്ക് കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഡിവിഡൻറ്റ് ഈ സൊസൈറ്റികൾക്കും കൊടുക്കേണ്ടത്. അല്ലാതെ അപ്പർ സൊസൈറ്റിയും സെൻട്രൽ സൊസൈറ്റിയും യാതൊരു പരിഗണനയില്ല. മെമ്പേഴ്സിന് കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് റിട്ടേൺ ഇവർക്കും ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നത്. അതാണ് റെസ്ട്രിക്ഷൻ ഓൺ അക്കൗണ്ട് ഓഫ് ഡിവിഡൻഡ്. നെക്സ്റ്റ് പോയിന്റ്, ഇൻറ്റർമിഡിറ്റി ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റീസ്. സെക്ഷൻ 49 ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇൻറ്റർമിഡിറ്റി ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റീസ്. ഇത് പറയുന്നത് ഇപ്പോൾ ഒരു സൊസൈറ്റി, അതായത് ഇപ്പോൾ അപ്പർ സൊസൈറ്റിയോ സെൻട്രൽ സൊസൈറ്റിയോ അവരെന്ത് ചെയ്യുന്നു, അവർക്ക് കിട്ടിയ ഫണ്ട് ഉപയോഗിച്ച് വേറൊരു സൊസൈറ്റിയുടെ ഷെയർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ അവർ ഏത് സൊസൈറ്റിയുടെ ഷെയർ ആണോ പർച്ചേസ് ചെയ്യുന്നത്, ഇൻ കേസ് ആ സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ആ വൈൻഡപ്പ് ചെയ്യുന്നതിലൂടെ ഈ സൊസൈറ്റിക്ക്, അതായത് അപ്പർ സൊസൈറ്റിയാണ് ഇപ്പോൾ ഷെയർ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അപ്പർ സൊസൈറ്റിക്ക് എന്തെങ്കിലും ലോസ് വരികയാണെങ്കിൽ ആ ലോസിനെ കുറിച്ച് ചോദ്യം ചെയ്യേണ്ട ആവശ്യം ഗവൺമെൻറ്റിന് ഇല്ല. ഓക്കെ, പക്ഷേ ഇൻ കേസ് ഇവർക്ക് ആ ലിക്വിഡേഷനിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട് കിട്ടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻകം കിട്ടുകയാണെങ്കിൽ ആ എമൗണ്ട് ഇവർ അപ്പർ സൊസൈറ്റി ആർക്ക് കൊടുത്തിരിക്കണം, ഗവൺമെൻറ്റിന് കൊടുക്കുകയോ, അതായത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയോ, ക്രെഡിറ്റ് ചെയ്ത എമൗണ്ട് ഗവൺമെൻറ് കൊടുക്കുകയും ചെയ്യണം. ഓക്കെ, മനസ്സിലായോ? ഇപ്പം ഇൻറ്റർമിഡിറ്റി ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റീസിൽ പറയുന്നത്, ഇപ്പം ഈ സൊസൈറ്റി ഇവർക്ക് കിട്ടിയ ഫണ്ട് ഉപയോഗിച്ച്, അതായത് അപ്പർ സൊസൈറ്റിക്ക് കിട്ടിയ ഫണ്ട് ഏതാണ്, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. ആരാണ് അവർക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, ഗവൺമെൻറ് അല്ലേ. ആ ഫണ്ട് ഉപയോഗിച്ച് ഇവരുടെ കീഴിലുള്ള ഒരു സൊസൈറ്റിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യും. ഇൻ കേസ് ആ ഏത് സൊസൈറ്റിയുടെ ഷെയർസ് ആണ് പർച്ചേസ് ചെയ്ത് ആ സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പർ സൊസൈറ്റിക്ക് അന്നേരം എന്നതേലും ലോസ് ഉണ്ടാകുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യേണ്ട ആവശ്യം ഗവൺമെൻറ്റിന് ഇല്ല. പക്ഷേ ഇപ്പോൾ എന്തെങ്കിലും ഇൻകം അല്ലെങ്കിൽ എന്തെങ്കിലും പേയ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ അത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്ന അത് ഗവൺമെൻറ്റിന് കൊടുത്തിരിക്കണം. പിന്നെ പറയുന്നത്, ഇപ്പോൾ സെൻട്രൽ സൊസൈറ്റിയാണ് ഇപ്പോൾ ഒരു സൊസൈറ്റിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യുന്നത്. അവർ ഏത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്, സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, സെൻട്രൽ സൊസൈറ്റി പ്രൈമറി സൊസൈറ്റിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യും. ഇൻ കേസ് പ്രൈമറി സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യുമ്പോൾ എന്നതേലും ലോസ് സെൻട്രൽ സൊസൈറ്റിക്ക് ഉണ്ടായാൽ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യേണ്ട ആവശ്യം ആർക്കില്ല, അപ്പർ സൊസൈറ്റിക്കില്ല. അപ്പർ സൊസൈറ്റിയാണ് സബ്സിഡറി സ്റ്റേറ്റ് സൊസൈറ്റി വൈൻഡപ്പ് ആയാൽ ഈ സെൻട്രൽ സൊസൈറ്റിക്ക് എന്നതേലും ലോസ് അതിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യേണ്ട ആവശ്യം ആർക്കില്ല, അപ്പർ സൊസൈറ്റിക്ക് ഇല്ല. പക്ഷേ അവർക്ക് ഈ ലിക്വിഡേഷൻ്റെ ടൈമിൽ എന്തെങ്കിലും ഇൻകമോ എന്നതേലും പേയ്മെൻറ്റ് കിട്ടിയാൽ അത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിരിക്കണം. ആ എമൗണ്ട് അപ്പർ സൊസൈറ്റിക്ക് കൊടുക്കണം. ഓക്കെ, അതാണ് ഇൻറ്റർമിഡിറ്റി ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റിയിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, ഡിസ്പോസൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻഡ്. സെക്ഷൻ 50 ഡിസ്പോസൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻറ്റിനെ കുറിച്ച് പറയുന്നത്. ഇതിൽ പറയുന്നത്, ഇപ്പോൾ അപ്പർ സൊസൈറ്റിക്ക് എന്തെങ്കിലും എമൗണ്ട്, ഇപ്പോൾ ഒരു സൊസൈറ്റി ഷെയർ പർച്ചേസ് ചെയ്തതിൽ നിന്ന് അപ്പർ സൊസൈറ്റിക്ക് എന്നതേലും എമൗണ്ടോ ഇൻകമോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിരിക്കണം. അത് ആർക്ക് കൊടുക്കണം, എമൗണ്ട് ഗവൺമെൻറ്റിന് കൊടുക്കണം. അതാണ് ഡിസ്പോസൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻറ്റിൽ പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് സെക്ഷൻ 51 പ്രകാരം ലിക്വിഡേഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഫണ്ടിൽ പറയുന്നത്, ഇപ്പോൾ അപ്പർ സൊസൈറ്റി ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന എമൗണ്ട്, ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്തുള്ള എമൗണ്ട് എങ്ങോട്ട് കൊടുത്തിരിക്കുക, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. അത് എന്നിട്ട് ഗവൺമെൻറ്റിന് പേ ചെയ്തിരിക്കണം. ഓക്കെ, ഇപ്പോൾ സെൻട്രൽ സൊസൈറ്റി ലിക്വിഡേറ്റ് ആകുന്ന സമയത്ത് ആ എമൗണ്ട് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിരിക്കണം. അത് അപ്പർ സൊസൈറ്റിക്ക് റിട്ടേൺ ചെയ്തിരിക്കണം. ഓക്കെ,
സെൻട്രൽ സൊസൈറ്റിയിൽ ലിക്വിഡേഷൻ നടക്കുന്ന ടൈമിൽ കിട്ടുന്ന എമൗണ്ട് അപ്പർ സൊസൈറ്റിക്ക് റിട്ടേൺ ചെയ്തിരിക്കണം. അത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ ക്രെഡിറ്റ് ആവുന്നു. അതാണ് ലിക്വിഡേഷൻ ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഫണ്ടിൽ പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ്. ഇനി ഒന്നാമതാണ് ഗീവ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ലോൺസും അഡ്വാൻസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ അഡ്വാൻസസ് 2 ഗ്യാരണ്ടി ഫോർ ദി റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പാൾ ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ ദി സൊസൈറ്റി. 3 ഗ്യാരണ്ടി ഫോർ ദി റീപേയ്മെൻറ്റ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓഫ് എ സൊസൈറ്റി. 4 ഗ്യാരണ്ടി ഫോർ ദി റീപേയ്മെൻറ്റ് ഓഫ് ഡിപ്പോസിറ്റ്സ് റിസീവ്ഡ് ബൈ ദി സൊസൈറ്റി. ലാസ്റ്റ് വൺ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇൻ എനി ഫോം ഓഫ് ഇൻക്ലൂഡിംഗ് സബ്സിഡീസ്. ഓക്കെ, ഇന്ന് നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ് എയ്ഡ് ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. അതിലാദ്യം നമ്മൾ പറഞ്ഞത് ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഗവൺമെൻറ് സെക്ഷൻ 42 പ്രകാരമാണ് അതിൽ പറയുന്നത്. അതിലെന്താണ് പറയുന്നത്? ഗവൺമെൻറ് ഒരു സൊസൈറ്റിയുടെ ഷെയർസ് ഡയറക്റ്റ്ലി പർച്ചേസ് ചെയ്യുന്നു. ലിമിറ്റഡ് ലയബിലിറ്റിയുടെ ബേസിസിലായിരിക്കും അവർ ഷെയർസ് പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഗവൺമെൻറ് ആണ് അവിടെ വരുന്നത്. പിന്നെ പറഞ്ഞ സെക്ഷൻ 43 ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഗവൺമെൻറ് സൊസൈറ്റികൾക്ക് ഫണ്ട് അലോട്ട് ചെയ്യുന്നു. ആ ഫണ്ട് ഉപയോഗിച്ച് ഇപ്പോൾ അപ്പർ സൊസൈറ്റിക്കോ സെൻട്രൽ സൊസൈറ്റിക്കോ ഗവൺമെൻറ് ഫണ്ട് കൊടുക്കുന്നു. ആ ഫണ്ട് ഉപയോഗിച്ച് അവരുടെ കീഴിൽ വരുന്ന സൊസൈറ്റികളുടെ അല്ലെങ്കിൽ വേറൊരു സൊസൈറ്റിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞത്. സെക്ഷൻ 44 പറഞ്ഞിരുന്നത്. അതെന്നതായിരുന്നു? അപ്പർ സൊസൈറ്റിക്ക് ഗവൺമെൻറ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. ആ ഫണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഫണ്ടിനെയാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നത്. ആ ഫണ്ട് ഉപയോഗിച്ച് അവർ സെൻട്രൽ സൊസൈറ്റിക്ക് എന്നതേലും ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അതുകൂടാതെ ഇപ്പോൾ ഗവൺമെൻറ്റിന് എന്നതേലും പേയ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ അതും ഇതിൽ നിന്ന് കൊടുക്കുന്നു. പിന്നെ ഈ അപ്പർ സൊസൈറ്റിക്ക് വേറൊരു സൊസൈറ്റിയുടെ, അതായത് അവരുടെ കീഴിലുള്ള സൊസൈറ്റിയുടെയോ വേറൊരു സൊസൈറ്റിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യണമെങ്കിലും ഈ ഫണ്ട് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് അവരത് പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, ഗവൺമെൻറ് അപ്പോൾ സൊസൈറ്റികൾക്ക് കൊടുക്കുന്ന ഫണ്ടിനെയാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അടുത്തത് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. അത് സെക്ഷൻ 45 പറയുന്നത് അല്ലേ. അതായത് ഇപ്പോൾ ഗവൺമെൻറ് അപ്പർ സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഫണ്ട് അവർ സെൻട്രൽ സൊസൈറ്റിക്ക് വീതിച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞല്ലേ. ആ ഫണ്ടിനെ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്നാണ് പറയുന്നത്. ഈ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഉപയോഗിച്ചുകൊണ്ട് സെൻട്രൽ സൊസൈറ്റി 2 കാര്യം ചെയ്യുന്നുണ്ട്. ഒന്ന് എന്തായിരുന്നു? പ്രൈമറി സൊസൈറ്റികളുടെ ഷെയർസ് പർച്ചേസ് ചെയ്യുന്നു. 2 ഇപ്പോൾ അപ്പർ സൊസൈറ്റിക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇവരിത് ഉപയോഗിക്കുന്നു. പിന്നെ പറഞ്ഞ എന്താണ്? സെക്ഷൻ 46 അപ്രൂവൽ ഓഫ് ഗവൺമെൻറ് ഫോർ ദി പർച്ചേസ് ഓഫ് ഷെയർസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പം അപ്പെക്സ് ബാങ്കോ സെൻട്രൽ സൊസൈറ്റിയോ അവർക്ക് കിട്ടിയ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്നോ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്നോ അവർക്ക് ഏതെങ്കിലും സൊസൈറ്റിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ അവർ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് പെർമിഷൻ മുൻകൂട്ടി വാങ്ങിയിരിക്കണം. അതാണ് അപ്രൂവൽ ഓഫ് ഗവൺമെൻറ് ഫോർ ദി പർച്ചേസ് ഓഫ് ഷെയർസിൽ പറയുന്നത്. പിന്നെ സെക്ഷൻ 47 പറഞ്ഞ എന്താണ്? ലൈബിലിറ്റി ടു ബി ലിമിറ്റഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഷെയർസ്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സൊസൈറ്റിയുടെ ഷെയർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവർ എത്രത്തോളം എമൗണ്ടിനാണോ ഷെയർസ് പർച്ചേസ് ചെയ്തേക്കുന്നത് അത്രത്തോളം ലൈബിലിറ്റി മാത്രമേ ആ സൊസൈറ്റിക്ക് ഉണ്ടാവൂ. ഓക്കെ, അടുത്ത പോയിന്റ് എന്തായിരുന്നു പറഞ്ഞത്? നമ്മൾ റെസ്ട്രിക്ഷൻ ഓൺ അക്കൗണ്ട് ഓഫ് ഡിവിഡൻഡ് അല്ലേ. സെക്ഷൻ 48 പ്രകാരമാണ് അത് പറഞ്ഞേക്കുന്നത്. അതായത് ഈ ഏതെങ്കിലും ഒരു സൊസൈറ്റി ഷെയർസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് റിട്ടേൺ ആയിട്ട് കിട്ടുന്നു? ഏതൊരു മെമ്പറിന് കൊടുക്കുന്ന പോലെ എന്ത് കിട്ടുന്നു? ഡിവിഡൻഡ് കിട്ടുന്നു അല്ലേ. ഇപ്പോൾ അപ്പർ സൊസൈറ്റിക്കും സെൻട്രൽ സൊസൈറ്റിക്കും ഷെയർസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഏതൊരു നോർമൽ മെമ്പർക്ക് കിട്ടുന്ന സെയിം റേറ്റ് ഓഫ് ഡിവിഡൻഡ് തന്നെയായിരിക്കും ഈ സൊസൈറ്റികൾക്കും കൊടുക്കേണ്ടത്. അതാണ് റെസ്ട്രിക്ഷൻ ഓൺ അക്കൗണ്ട് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞത് സെക്ഷൻ 49 എന്തിനെക്കുറിച്ച് പറഞ്ഞത്? ഇൻറ്റെമിനിറ്റി ഓഫ് അപ്പസ് ആൻഡ് സെൻട്രൽ സൊസൈറ്റി അല്ലേ. ഈ അപ്പസോ സെൻട്രൽ സൊസൈറ്റിയോ ഏതെങ്കിലും ഷെയർസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഏത് സൊസൈറ്റിയുടെ ഷെയർസാണ് ഇവർ പർച്ചേസ് ചെയ്തത്, ഇൻ കേസ് ആ സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ ആ വൈൻഡപ്പ് ചെയ്യുന്നതിലൂടെ ഇവർക്ക് എന്തെങ്കിലും ലോസ് വരികയാണ്. ഇപ്പോൾ അപ്പർ സൊസൈറ്റിക്ക് ലോസ് വരികയാണെങ്കിൽ ഗവൺമെൻറ്റിന് അവരെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. പക്ഷേ അവർക്ക് എന്തെങ്കിലും ഇൻകം കിട്ടുകയാണെങ്കിൽ ആ എമൗണ്ട് ഗവൺമെൻറ്റിന് അവർ കൊടുത്തിരിക്കണം. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ചെയ്യുന്നു. ആ എമൗണ്ട് ഗവൺമെൻറ്റിന് കൊടുക്കുന്നു.
ഓക്കെ. പിന്നെ സെൻട്രൽ സൊസൈറ്റീൻ്റെ കേസസിൽ അവർ പർച്ചേസ് ചെയ്ത ഷെയറുള്ള സൊസൈറ്റിയാണ് വൈൻഡപ്പ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ലോസാണ് അതിലൂടെ വന്നതെങ്കിൽ അപ്പർ സൊസൈറ്റി സെൻട്രൽ സൊസൈറ്റിയോട് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട അല്ലെങ്കിൽ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. പക്ഷേ അവർക്ക് എന്തെങ്കിലും പേയ്മെൻറ്റോ ഇൻകമോ കിട്ടുകയാണെങ്കിൽ ആ എമൗണ്ട് എന്ത് ചെയ്തിരിക്കണം? പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിരിക്കണം. അത് അപ്പർ സൊസൈറ്റിക്ക് കൊടുക്കണം. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞതാണ് സെക്ഷൻ 50 പറഞ്ഞത് ഡിസ്പോസൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻഡ് അല്ലേ. അതായത് അപ്പർ സൊസൈറ്റിക്ക് കിട്ടിയ എമൗണ്ട് ഉപയോഗിച്ച് ഇവർ എന്തെങ്കിലും ഷെയർസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും മണി ഇവർക്ക് കിട്ടുകയാണെങ്കിൽ അത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിൽ എന്ത് ചെയ്തിരിക്കണം? ക്രെഡിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ. പിന്നെ സെക്ഷൻ 51 പറഞ്ഞതാണ് ലിക്വിഡേഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്. ഈ സൊസൈറ്റികൾ ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ ഈ ഫണ്ട് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് ആണ് പറഞ്ഞേക്കുന്നത് ഇതിൽ. ഇപ്പോൾ അപ്പർ സൊസൈറ്റിയാണ് ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും എമൗണ്ട് കിട്ടുകയാണെങ്കിൽ ആ എമൗണ്ട് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് ഗവൺമെൻറ്റിന് പേ ചെയ്തിരിക്കണം. ഇപ്പോൾ സെൻട്രൽ സൊസൈറ്റി ലിക്വിഡേറ്റ് ചെയ്യുന്ന ടൈമിൽ കിട്ടുന്ന ഫണ്ട് എന്ത് ചെയ്തിരിക്കണം? പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയും ആ എമൗണ്ട് അപ്പർ സൊസൈറ്റിക്ക് റിട്ടേൺ ചെയ്യുകയും ചെയ്യണം. ഓക്കെ. പിന്നെ പറഞ്ഞ അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡാണ്. നമ്മൾ പറഞ്ഞു ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ റീപേയ്മെൻറ്റിന് ഗ്യാരണ്ടി കൊടുക്കുന്നു. എന്തിനെക്കുറിച്ച്? ഡിബഞ്ചേഴ്സ്. ഒരു സൊസൈറ്റി ഇഷ്യൂ ചെയ്ത ഡിബഞ്ചേഴ്സിൻ്റെ റീപേയ്മെൻറ്റിന് ഗ്യാരണ്ടി കൊടുക്കുന്നു. അതുകൂടാണ്ട് ഷെയർ ക്യാപിറ്റൽ, ഒരു സൊസൈറ്റിയുടെ ഷെയർ ക്യാപിറ്റൽ റീപേ ചെയ്യുന്നതിനെക്കുറിച്ച് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ഒരു സൊസൈറ്റിയിൽ എന്തെങ്കിലും ഡിപ്പോസിറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീപേയ്മെൻറ്റിനും ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ സബ്സിഡീസിൻ്റെ ഫോമിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു.